ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പത്തിരി വലിയ ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇനി ആരും മടിയൊന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഇതാണ് കൈപ്പത്തിരി. രണ്ട് കപ്പ് നൈസ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. പൊടിച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ പത്തിരിയുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കപ്പിനാണ് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അളവ് കൃത്യമായിരിക്കണം കേട്ടോ. കാരണം പത്തിരിയുടെ മാവിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള അളവ് പറയുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇവിടെ വെള്ളം ഇവിടെ ചൂടായിട്ട് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് ഒരുപാട് ആ ബ്രൗൺ കളർ ആവുന്നത് വരെ ചിരണ്ടിയത് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പത്തിരിയുടെ കളർ അങ്ങ് മാറിപ്പോവും. വെള്ള കളറുള്ള തേങ്ങയുടെ ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന അതേ പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പത്തിരിക്ക് ഉപയോഗിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കും. അതാണ് എപ്പോഴും നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടി നമ്മുടെ ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ പകുതി മുക്കാലോളം വേവ് ഈ ഒരു സമയത്ത് നമ്മുടെ തീരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ പോവാണ്. നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ കയ്യിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയൊരു ബോൾ ഈ ഒരു വലുപ്പത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് പരത്തി കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള അളവിന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കൈ തന്നെ വെച്ചൊന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് കറക്റ്റ് വട്ടത്തിൽ തന്നെ നമ്മുടെ ഈ പത്തിരിയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ പത്തിരി കയ്യിലൊന്ന് അമർത്തി വട്ടത്തിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും കാണില്ല. വട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 സൈഡും നോക്കിയാൽ മനസ്സിലാവും. നല്ല രീതിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. നമുക്കിത് തന്നെ ഇലയിലാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ വാഴയിലയിൽ കുറച്ച് നെയ്യ് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് എളുപ്പപ്പണിയാണ് ഈ വാഴയിലയിൽ ചെയ്യുന്നത്. നമ്മൾ കയ്യിൽ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ ഷേപ്പൊന്നും കിട്ടില്ല അങ്ങനെ തോന്നുവാണെങ്കിൽ ഇതുപോലെ ഇല 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് 2 സൈഡിലും നെയ്യൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് അളവിന് നമുക്ക് മാവ് എടുത്തിട്ട് ഇതിനകത്ത് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തി കൊടുക്കരുത്. കുറച്ച് കട്ടിയുള്ള രീതിയിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാനായിട്ട്. നമ്മൾ നൈസ് പത്തിരി അല്ല തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് കട്ടി കാണും ഇതിന്. ഇതുപോലെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് തിന്നായി പോയാൽ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഇലയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇല ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. നമുക്ക് കയ്യിലും നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു കട്ടി കണ്ടോ. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ പോകുന്നത്. നമ്മൾ നൈസ് പത്തിരി അല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇലയിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇനി കയ്യിൽ തന്നെ പരത്തിയെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കയ്യിൽ പരത്തിയെടുക്കാം. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇലയിൽ ചെയ്യുന്നതാണ്. കൈ വെച്ചിട്ടും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇലയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് 2 സൈഡും ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. അതാണ് ഇങ്ങനെ നമ്മൾ ഇലയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം കേട്ടോ.
നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ഞാൻ ഇതിൽ കൂടുതലും നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ, ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു ഫ്ലേവറിനും പിന്നെ നമുക്ക് ഇലയുടെ മുകളിൽ നിന്ന് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് സാധാരണ എണ്ണയിലും വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കിനി ഓരോ പത്തിരിയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തട്ടിൽ തന്നെ 2 പത്തിരി ചുടുന്ന രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അത്രയ്ക്കുള്ള വലുപ്പത്തിലാണ് നമ്മൾ ഓരോ പത്തിരിയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. നമ്മൾ ഒരുപാട് പരത്തി വട്ടത്തിലാക്കി എടുക്കുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ പത്തിരികളായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം കൈകൊണ്ട് പരത്തിയിട്ടുള്ള പത്തിരിയാണ് ആദ്യം തന്നെ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നെയ്യ് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ പത്തിരി വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി എടുത്താൽ മതി. ഒരുപാട് കളറൊന്നും മാറണ്ട, ചെറിയൊരു കളർ ചേഞ്ച് വരും ഇതിങ്ങനെ 2 സൈഡും മുരിഞ്ഞ് വരുന്ന സമയത്ത്. അത്രയും മതി. കാരണം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള മാവാണ് പരത്തിയെടുത്തിട്ടുള്ളത്. 2 സൈഡും നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ ചുട്ടെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പത്തിരി നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൗൺ കളർ ആക്കണം എന്നില്ലെങ്കിൽ ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട. ഞാൻ ചെറിയൊരു ബ്രൗൺ കളറിലാണ് കൈപ്പത്തിരി ചെയ്തെടുക്കാറുള്ളത്. ഇനി അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ നമ്മുടെ കൈ കൊണ്ട് പരത്തിയിട്ടുള്ള പത്തിരി ഞാൻ മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോവും. നമ്മൾ നേരത്തെ ഇലയിൽ പരത്തിയെടുത്തിട്ടുള്ളതാണ് ഇനി ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കുറച്ച് നെയ്യ് തടവണമെങ്കിൽ തടവി കൊടുക്കാം. ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ നമുക്ക് നെയ്യിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അത് തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. പ്രായ ആൾക്കാർക്ക് നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് നെയ്യ് ഒഴിക്കുന്ന ഭാഗം നമുക്ക് തീർത്തും ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് ഇതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചുട്ടെടുത്ത പത്തിരിനേക്കാളും കുറച്ചുകൂടി കളറ് ഞാൻ കുറച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് നേരം കൂടുതൽ വെച്ചാൽ 2 സൈഡും കുറച്ചുകൂടി ബ്രൗൺ കളറിൽ കിട്ടും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്താം. നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ചുട്ടെടുക്കുകയാണ്. നമുക്ക് ഒരു സമയത്ത് തന്നെ 3 പത്തിരിയൊക്കെ ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഇത് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം കുട്ടി കുട്ടി പത്തിരികളാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ കൈപ്പത്തിരി എപ്പോഴും ചെറിയ ചെറിയ പത്തിരികളായിരിക്കും കേട്ടോ, ഒരുപാട് വലിപ്പം കാണില്ല. അപ്പോൾ 3 എണ്ണമൊക്കെ ഒരേ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചുട്ടെടുക്കാൻ ഒരുപാട് സമയം വേണ്ട. ചെറുതായിട്ട് 2 സൈഡൊന്നും ഒന്ന് ചൂട് കയറി കിട്ടിയാൽ മതി. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മട്ടൻ കറിയോ ചിക്കൻ കറിയോ അതുപോലെ ബീഫ് വരട്ടിയ കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതൊന്നുമില്ല, നമുക്ക് നല്ല വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഈ പത്തിരി കഴിക്കാനായിട്ട്. വെറുതെ തന്നെ കഴിക്കാൻ അത്ര സ്വാദുള്ള പത്തിരിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ പത്തിരി ഒന്നും ട്രൈ ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പത്തിരി തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കറിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ പശുവും പാലോ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെയാണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും പുതിയ പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.